വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കൊഴുക്കട്ടയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അരിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്, നേർമയായിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു വലിയ സൈസ് ശർക്കര ചീകിയത്, കുറച്ച് ജീരകം, കുറച്ച് ഏലക്ക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെയ്യ് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് കുറച്ച് നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കണം. കുഴയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ ഒന്ന് സ്പൂണിട്ട്, കാരണം നല്ല ചൂടാണ്, ആദ്യമേ ഒന്ന് സ്പൂണിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഗോതമ്പ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുന്ന അയവിൽ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കുന്നത് താല്പര്യമില്ലാത്തവർ ചൂടുവെള്ളം ഒഴിച്ച് ഇത് ഉരുക്കിയെടുത്തിട്ട് പിന്നെയാണ് തേങ്ങ ചേർക്കുന്നത്. അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ സാധാരണ ടേസ്റ്റ് കൂടുതലിന് വേണ്ടി കുറച്ച് നെയ്യ് ചേർക്കാറുണ്ട്. പിന്നെ അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിക്കണം. മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യണം. ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആയ പരുവത്തിൽ എടുക്കണം. തീരെ ഡ്രൈ ആയി പോകരുത്. നമുക്ക് കുഴച്ച് കയ്യിലെടുക്കാൻ പരുവത്തിനായിരിക്കണം. നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയ ഉരുള എടുത്ത് നമുക്ക് ഇതുപോലെ നടു കുഴിച്ച് കൊടുക്കണം. പിന്നെ ഫില്ലിങ്സ് ഉള്ളിൽ വെക്കണം. ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഫില്ലിങ് ഉള്ളിൽ വെച്ച് നന്നായിട്ട് മാവ് കൊണ്ട് കവർ ചെയ്ത് ഈ ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവുരുളകൾ ഞാനൊരു അപ്പച്ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്